ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രാവിലത്തെ തിരക്കിനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അതും ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഉരുളൻകിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പച്ചമുളകും ഒക്കെ നല്ല പോലെ അടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് അര കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റവയും കൂടെ ചേർത്ത് അടിച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആദ്യം നമുക്കിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതിലേക്ക് വെള്ളം ആക്കി കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നീർദോശയ്ക്കൊക്കെ എങ്ങനെയാണോ വെള്ളം ലൂസാക്കി എടുക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നല്ല പോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ലേശം മല്ലിയില ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിലേക്ക് മല്ലിയിലയും സവാളയൊക്കെ അരിഞ്ഞിട്ട് നല്ല പോലെ തന്നെ മാവൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ചൂടായ പാനിലേക്ക് ഇതുപോലെ നമ്മൾ നീർദോശ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല പോലെ വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയാൻ വേണ്ടി വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ തന്നെ മൊരിയാൻ വേണ്ടി വെക്കുക. നല്ലപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് വേഗത്തിൽ എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കറി പോലും ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.